ഡോർ തുറന്ന പത്മിനി ഗൗതത്തിൻ്റെ കോലം കണ്ട് ഞെട്ടി. കുടിച്ചു ബോധമില്ലാതെ കാലുകൾ നിലത്തുറയ്ക്കാതെ നിന്ന് ആടുന്നു. വീഴാതെ ഭിത്തിയിൽ പിടിച്ചു നിൽക്കുകയാണ് ഗൗതം. മോനെ, ഇതെന്തു പറ്റിയടാ നിനക്ക്? പത്മിനി പരിഭ്രമത്തോടെ വിളിച്ചു. എന്തു പറ്റിയെന്നോ? എല്ലാരും കൂടി എന്നെ പറ്റിച്ചില്ലേ? നിന്നെ ആര് പറ്റിച്ചെന്നാ ഈ പറയുന്നത്? നീ കുടിച്ചിട്ടുണ്ടോ കണ്ണാ? കുടിച്ചു. ഇനിയും കുടിക്കും. ബോധം മറയുന്നത് വരെ ഞാൻ കുടിക്കും. എന്നെ ആർക്കും വേണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ എന്നെ വിട്ടിട്ട് പോയത്. അപ്പോഴേക്കും ബോധം മറിഞ്ഞ് വീഴാൻ പോയി. മോനെ എന്ന് വിളിച്ച് പത്മിനി താങ്ങി പിടിച്ചു. വേണ്ട, എന്നെ ആരും പിടിക്കണ്ട, ഗൗതം പറഞ്ഞു. പത്മിനി ഗൗതത്തെ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ടുപോയി കിടത്തി. എന്നെ വിട്ടുപോയില്ലേ? അബോധാവസ്ഥയിലും ഗൗതം പുലമ്പിക്കൊണ്ടിരുന്നു. ഈ ചെറുക്കനിതെന്താ പറയുന്നത്? എൻ്റെ ഈശ്വര, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഗൗതത്തെ റൂമിൽ കിടത്തിയിട്ട് പത്മിനി ഡോർ ചാരി താഴേക്ക് പോയി. ഇഷാനിയെക്കുറിച്ചായിരിക്കും ഗൗതം പറയുന്നതെന്നാണ് പത്മിനി വിചാരിച്ചത്. ആലോചനയോടെ നടന്നു വരുന്ന പത്മിനിയെ കണ്ട് കൃഷ്ണകുമാർ ചോദിച്ചു. എന്താ പപ്പി, താനിത്ര കാര്യമായി ആലോചിക്കുന്നത്? അത് കൃഷ്ണേട്ടാ, കണ്ണൻ ഇതുവരെയും ഇങ്ങനെ വന്നിട്ടില്ല. ഇന്ന് ആദ്യമായാണ്. അവനെ ആരാ വിട്ടിട്ട് പോയതെന്നാ പറയുന്നത്. അതിന് ഇഷുമോൾ എങ്ങും പോയില്ലല്ലോ. പിന്നെന്താ അവൻ അങ്ങനെ പറഞ്ഞത്? പത്മിനി പറഞ്ഞു. കണ്ണൻ്റെ മനസ്സിൽ ഇഷുമോളല്ലേ? വേറെ ആരോ ആണ്. അതാണ് അവൻ അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലായി ചിന്തിച്ചു കൊണ്ടിരുന്നു കൃഷ്ണകുമാർ. അല്ല കൃഷ്ണേട്ടാ, ഏട്ടനെന്താ ഇത്രയും ബഹളം അവിടെ നടന്നിട്ടും അങ്ങോട്ട് വരാതിരുന്നത്? അത് പിന്നെ പപ്പി, അവനെ ആ കോലത്തിൽ കാണണ്ട എന്ന് കരുതിയാ ഞാൻ വരാതിരുന്നത്. അതേതായാലും നന്നായി. ഏട്ടൻ കണ്ടു എന്നറിഞ്ഞാൽ അവന് കൂടുതൽ വിഷമമാവുകയേ ഉള്ളൂ, പത്മിനി പറഞ്ഞു. കലങ്ങിയ കണ്ണുകളും വീർത്ത കൺപോളയുമായി സ്നേഹതീരത്തെത്തിയ ആര്യ റൂമിൽ ചെന്ന് കിടന്നു. എന്താ മോൾക്ക് വയ്യേ? പനിയുണ്ടോ മോളെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും കല്ലുമോളും കൂടി അവിടേക്ക് വന്നു. ചേച്ചിക്ക് വയ്യ മോളെ, നാളെ ട്യൂഷൻ എടുക്കാമെന്ന് മോള് ചെന്ന് കുട്ടികളോട് പറയും. ചേച്ചിക്ക് എന്താ അസുഖം? കല്ലുമോള് ചോദിച്ചു. തലവേദനയാണ് മോളെ. ശരി ചേച്ചി, ഞാൻ പോയി പറയാം. പനിയുണ്ടോ എന്ന് മുത്തശ്ശി ആര്യയുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. പനിയൊന്നുമില്ല മോളെ. കുറച്ചു നേരം കിടന്നാ മതി, അത് മാറിക്കോളും മുത്തശ്ശി. ശരീരം പോലും നോക്കാതെ എൻ്റെ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വയ്യാതാവുന്നത്. വയ്യാന്ന് വെച്ചാൽ കുട്ടി 2 ദിവസം ഓഫീസിൽ പോകണ്ട, റെസ്റ്റ് എടുക്ക്. അസുഖമൊക്കെ മാറിയിട്ട് പോയാൽ മതി, മുത്തശ്ശി പറഞ്ഞു. ആര്യ അതിനൊന്ന് മൂളിയതേയുള്ളൂ. മോള് കിടക്ക്, മുത്തശ്ശി ചായ കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയി. മുത്തശ്ശിയുടെ വാക്കുകൾ ആര്യയ്ക്ക് ആശ്വാസം തോന്നി. കാരണം 2 ദിവസം ഓഫീസിൽ പോകാത്തതിന് വേറെ കാരണം കണ്ടുപിടിക്കണ്ടല്ലോ. കുറച്ച് ദിവസമായി നന്നായി ആഹാരം കഴിക്കാത്തതും ഉറങ്ങാത്തതിനാലും ആര്യ പെട്ടെന്ന് മയക്കത്തിലേക്ക് പോയി. വിഷ്ണു ആര്യയെ സ്നേഹതീരത്ത് ആക്കിയിട്ട് ദേവികയെ കാണാനായി പോയി. ദേവികയുടെ കാലിലെ പ്ലാസ്റ്റർ എടുത്തു. ഇപ്പോൾ ചെറുതായി നടക്കാം, എന്നാലും ഓഫീസിലൊന്നും പോകാറായിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ശരിയാകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ആര്യയുടെ കാര്യങ്ങളെല്ലാം ദേവിക വിഷ്ണുവിനോട് പറഞ്ഞു. അപ്പോൾ അണിയറയിൽ ഇങ്ങനെയൊക്കെ നടന്നിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, വിഷ്ണു പറഞ്ഞു. ഇതൊക്കെ അറിയണമെങ്കിലേ കുറച്ച് ബുദ്ധി വേണം, ബുദ്ധി, ദേവിക പറഞ്ഞു. ഓ, എനിക്ക് നിന്റെ അത്ര ബുദ്ധിയൊന്നുമില്ല. ഈ തലയിൽ മൊത്തം കുരുട്ടു ബുദ്ധിയല്ലേ? വിഷ്ണു ദേവികയ്ക്ക് നേരെ പുച്ഛം വാരി വിതറി. ഏട്ടാ, വിഷ്ണു ഏട്ടാ. എന്താ? നമ്മുടെ കാര്യം ഏട്ടൻ വീട്ടിൽ പറഞ്ഞോ? പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും സമ്മതക്കുറവുമൊന്നും ഇല്ല. ഒരു ദിവസം ഇവിടേക്ക് വരാൻ പറയട്ടെ? വിഷ്ണു ചോദിച്ചു. അയ്യോ വേണ്ട. അതെന്താ? ഇപ്പം വേണ്ട. ഏട്ടൻ ലീവിന് വന്നിട്ട് ഞാൻ ഏട്ടനോട് പറയാം. ഏട്ടൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് എല്ലാം ശരിയാക്കും, ദേവിക പറഞ്ഞു. അതിന് നിന്റെ ഏട്ടന് സമ്മതമല്ലെങ്കിലോ? എൻ്റെ ഇഷ്ടമാണ് ഏട്ടൻ്റെയും, അതുകൊണ്ട് ഏട്ടൻ സമ്മതിക്കും. സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ?
അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്ക്. വിഷ്ണു ദേവികയോട് യാത്ര പറഞ്ഞിറങ്ങി. ഗൗതം കണ്ണു തുറന്നപ്പോൾ തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ അനുഭവപ്പെട്ടു. പിന്നെ പതിയെ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തു. ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് പോയി. പത്മിനി ചായയുമായി വന്നപ്പോൾ ഗൗതത്തിനെ അവിടെ എങ്ങും കണ്ടില്ല. അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത്. ഗൗതം ബാത്റൂമിലാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഗൗതം ഫ്രഷായി ഇറങ്ങി. ആ, നീ രാവിലെ എഴുന്നേറ്റോ? ഇന്നലെ എന്തായിരുന്നു? നിനക്കെന്താ പറ്റിയത്? ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഗൗതം ഒന്നും പറയാതെ ചായ കുടിച്ചുകൊണ്ടിരുന്നു. കണ്ണാ മോനെ, നീ ഇങ്ങനെ 4 കാലിൽ വന്ന വനജയും ഇഷുമോളും എന്തു കരുതും? പ്രത്യേകിച്ച് കല്യാണമൊക്കെ ആയിരിക്കുന്ന സമയത്ത്. അമ്മ എന്താ ഈ പറയുന്നത്? കല്യാണമോ? അതൊന്നും നടക്കില്ലമ്മേ, ഗൗതം പറഞ്ഞു. അതെന്താ നടക്കാത്തത്? ഇഷുമോള് നല്ല കുട്ടിയല്ലേ? വേണുവിനും വനജയ്ക്കും താല്പര്യവുമാണ്. പിന്നെന്താ? പത്മിനി ചോദിച്ചു. പക്ഷേ എനിക്ക് അവളെ എൻ്റെ കുഞ്ഞിയെ പോലെയാണ്. ഞാൻ കാര്യങ്ങളെല്ലാം ഡാഡിനോട് പറഞ്ഞിരുന്നല്ലോ. ഡാഡ് പറഞ്ഞില്ലേ? ഗൗതം ചോദിച്ചു. മോനെ, നീയല്ലേ വിവാഹത്തിന് സമ്മതിച്ചത്? സമയമാകുമ്പോൾ കുട്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നീ ഇഷുമോളെക്കുറിച്ചല്ലായിരുന്നോ പറഞ്ഞത്? അല്ല അമ്മേ, എനിക്കിപ്പോൾ വിവാഹം വേണ്ട. സമയമാകുമ്പോൾ ഞാൻ പറയാം, ഗൗതം പറഞ്ഞു. അത് കണ്ണാ, വേണ്ടമ്മേ, ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട, ഗൗതം പറഞ്ഞു. പിന്നീട് ഒന്നും പറയാതെ പത്മിനി താഴേക്ക് പോയി. വിവാഹത്തിന് ഗൗതത്തിൻ്റെ താല്പര്യമില്ലായ്മ പത്മിനി വനജയോട് പറഞ്ഞു. അതുകൊണ്ട് ഇതേപ്പറ്റി ഒന്നും ഇഷാനിയോട് ആരും സംസാരിച്ചതുമില്ല. ഓഫീസിലെത്തിയ ഗൗതം ആര്യയുടെ ക്യാബിന് ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടു. പിന്നീട് പല തിരക്കുകളിൽ പെട്ടുപോയി ഗൗതം. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. അടുത്ത ദിവസവും ആര്യ ഓഫീസിൽ വന്നില്ല. ഇന്ന് എന്തായാലും എനിക്ക് നന്ദയെ കാണണം എന്ന് ഗൗതം മനസ്സിൽ വിചാരിച്ചു. ഓഫീസിൽ പോകാത്തതിനാൽ ആര്യ എപ്പോഴും മുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി. ഒന്നിനും ഒരു താല്പര്യവുമില്ല. മനസ്സ് ഏകാഗ്രമല്ലാത്തതിനാൽ ഒരു കാര്യത്തിലും ശ്രദ്ധ ചെലുത്തുവാൻ സാധിച്ചിരുന്നില്ല. അമ്മയുടെയും മുത്തശ്ശിയുടെയും ആകെ ഉണ്ടായിരുന്ന ഓർമ്മ ആ ഡയറിയും ഫോട്ടോസുമായിരുന്നു. അതും ഞാൻ നഷ്ടപ്പെടുത്തി. എൻ്റെ വിഘ്നേശ്വര, അതെവിടെ പോയോ ആവോ? അതെനിക്ക് തിരിച്ചു കിട്ടണേ. ജനിച്ചപ്പോൾ മുതൽ ദുഃഖം തന്നെയാ. ജനിച്ചപ്പോഴേ അമ്മയും പോയി. അച്ഛനെ കണ്ടിട്ടു പോലുമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ ഒന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. മുത്തശ്ശി വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. ഇപ്പം മുത്തശ്ശിയുമില്ല. അർഹതയില്ലെന്ന് അറിഞ്ഞിട്ടും ഗൗതം സാറിനെ പ്രണയിച്ചു. അത് മനസ്സിൽ തന്നെ മൂടി വയ്ക്കുകയും ചെയ്തു. പക്ഷേ സാറിനും എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അറിയാതെ മനസ്സ് കൈവിട്ടുപോയി. ആ സ്നേഹം ഞാനും കൊതിച്ച് അതിലേക്ക് വീണു പോവുകയും ചെയ്തു. അതിങ്ങനെ തീരാ സങ്കടക്കടലാവുമെന്ന് അറിഞ്ഞില്ല. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാണ്. വേറെ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടെത്തി സ്നേഹദീനത്തുള്ളവരുടെ സംരക്ഷിക്കണം. ഇനി അതായിരിക്കണം എൻ്റെ ലക്ഷ്യം. ഇങ്ങനെ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് കല്ലുമോള് വരുന്നത്. ചേച്ചി. എന്താ മോളെ? ചേച്ചിയെ കാണാൻ ഒരു അങ്കിൾ വന്നിട്ടുണ്ട്. ആരാ മോളെ? അതെനിക്കറിയില്ല ചേച്ചി. വലിയ കാറിലാ വന്നത്. കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച ഒരങ്കിൾ, കല്ലു പറഞ്ഞു. കോട്ടും സൂട്ടും ധരിച്ച അങ്കിളോ? ആര്യയുടെ മനസ്സിൽ കൊള്ളിയാൻ മിന്നി. ഗൗതം സാർ.